അതെ, അറിവിൽ നിന്നും ജ്ഞാനത്തിലേക്ക് ഉയരുമ്പോഴാണ് മനുഷ്യന്റെ ജീവിതം സാർത്ഥകമാകുന്നത്. മനുഷ്യൻ എന്ന വാക്കിന്റെ അർത്ഥം മനനം ചെയ്യുവാൻ സാധിക്കുന്നവനെന്നാണ്. തനിക്ക് ലഭിക്കുന്ന വിവരങ്ങളെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുവാനും അവയെ തൻ്റെ ജീവിതത്തിൽ യോജിച്ച സാഹചര്യങ്ങളിൽ പ്രയോഗിച്ച് അനുഭവത്തിൻ്റെ തലത്തിലേക്ക് വരുവാനും മനുഷ്യന് സാധിക്കുന്നു. അനുഭവമാണ് ഏറ്റവും വലിയ സമ്പത്ത്. ഈ അനുഭവമാകുന്ന സമ്പത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു വ്യക്തിയെ നമ്മൾ നല്ലവരെന്നും ചീത്തവരെന്നും പറയണത്. മനുഷ്യരെ 3 തലത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന് ദേവത, മറ്റൊന്ന് മനുഷ്യൻ തന്നെ, ഇനിയൊന്ന് അസുരൻ. അപ്പോൾ മനുഷ്യൻ എപ്പോഴാണ് ദേവതയാകുന്നത്? മനുഷ്യൻ എപ്പോഴാണ് അസുരനാകുന്നത്? ഒരു മനുഷ്യന് തൻ്റെ ഉള്ളിലുള്ള ദൈവിക ഗുണങ്ങളെ, ദൈവിക ശക്തികളെ തൻ്റെ ജീവിതത്തിലെ സാഹചര്യങ്ങളിൽ പ്രകടമാക്കുവാൻ കഴിയുമ്പോഴാണ് മനുഷ്യനെ ദേവത എന്ന് വിളിക്കുന്നത്. എന്നാൽ തൻ്റെ ഉള്ളിൽ ഇത്രയധികം ശക്തികളും ഗുണങ്ങളും ഉണ്ട് എന്നറിയാതെ സാഹചര്യങ്ങളിൽ നെഗറ്റീവായിട്ട് പ്രതികരിക്കുമ്പോൾ മനുഷ്യനെ അസുരൻ എന്ന് വിളിക്കുന്നു. അപ്പോൾ നമുക്ക് ഉള്ളിൽ അത്രയധികം ദൈവിക ശക്തികളുണ്ട് എന്ന് തിരിച്ചറിയുവാൻ നമുക്കെല്ലാവർക്കും സ്വ അവബോധം ആവശ്യമാണ്. ഈ സ്വ അവബോധത്തിൻ്റെ തലമാണ് ജ്ഞാനം എന്ന് പറയുന്നത്. ഈ തലമാണ്, ജ്ഞാനത്തിൻ്റെ തലമാണ് നമ്മളിൽ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകുവാൻ കാരണമാകുന്നത്.